ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചിനൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ ക്യാരറ്റ് പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്യാരറ്റ് പോള തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഈ ക്യാരറ്റ് ചെറിയ പീസസ് ആയിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കറിലേക്ക് അരിഞ്ഞ ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റാണ്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ക്യാരറ്റ് മാത്രമായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ വെള്ളം എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഒട്ടും വരാതെ ആ ക്യാരറ്റ് മാത്രമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുട്ടയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 6 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കായ്പോളയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പോളയുടെ റെസിപ്പിയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ഡ്രോപ്സ് വാനില എസൻസ് ആണ്. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ ഒരു ഏലക്ക ചേർത്താൽ മതി. വാനില ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കുള്ളൂ. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഈ ഒരു പാകത്തിന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആ ഓയിൽ ആവുന്ന വിധത്തിൽ ബ്രഷ് ചെയ്തെടുക്കുക. അപ്പോഴേ നമ്മുടെ പോള നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടത്തോടുകൂടെ കഴിച്ചോളും. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കശുവണ്ടിയും മുന്തിരിയും കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിന് മുകളിലേക്ക് ഈ ക്യാരറ്റ് പോളയുടെ പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പോള തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് പോള മറിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കായ്പോളയുടെ റെസിപ്പിയും ഇതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് വരെ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 2 സൈഡും ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് ഇതിന് മുകളിലേക്ക് മറിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ക്യാരറ്റ് പോള പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പോള തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.